അതിന്റെ LDFന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ 10 വർഷത്തെ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ നൽകിയിട്ടുള്ള ഒരു ശിക്ഷയാണ്. കൂട്ടത്തിൽ അവരെ നിയന്ത്രിക്കേണ്ട CPM എന്ന പാർട്ടി എല്ലാ മോശം പ്രവൃത്തികൾക്കും കൂട്ടുനിന്നു എന്നുള്ളതാണ്. DYFI ആവട്ടെ CPM ആവട്ടെ ഇത്തരം നെറികേടുകൾക്കെതിരെ ഒരു അക്ഷരം പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ഇവർ തെറ്റായ ദിശയിലൂടെയാണ് പോകുന്നത്, നമ്മുടെ നാടിന് അപകടകരമാണ് എന്ന് പറഞ്ഞ പലരെയും ആക്രമിക്കാൻ, സോഷ്യൽ മീഡിയയിലേക്ക് തെറി പറയാനും ആക്രമിക്കാനുമാണ് ഇവരുടെ ഒരു കൊട്ടേഷൻ സംഘം ആയിട്ടാണ് ഇതിൻ്റെ പോഷക സംഘടനകൾ പ്രവർത്തിച്ചത്. അപ്പോൾ ഇതെല്ലാവർക്കും CPMന്റെ സംഘടനാപരമായിട്ടുള്ളതും അതിന് നേതൃത്വം പിണറായി വിജയനുമുള്ള തിരിച്ചടിയാണ്. അത് സംശയമൊന്നുമില്ല. അപ്പം നിങ്ങൾ നോക്ക്, ബഹുമാനനായ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ ജയിക്കുന്നത് 85,000-ഓളം വോട്ടിനാണ്. ഇത് UDFന്റെ നേതാക്കൾ പോലും പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്ത് വലിയ ഭൂരിപക്ഷമാണ് ഇപ്പോൾ കേരളത്തിൽ ഉടനീളം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ 50,000-ലധികം വോട്ടുകൾക്ക് വിജയിച്ച 10ഓളം ആളുകളുണ്ട്. അത് എല്ലാവരും UDFകാരാണ്. അപ്പോൾ ആ രീതിയിൽ ജനങ്ങൾ ഒന്നാകെ UDFന് അനുകൂലമായി വോട്ട് ചെയ്തത്, ഒന്ന്, ഈ ഭരണം ഇനി ഒരു വിഭാഗത്തെയും ഉപദ്രവിക്കാൻ ബാക്കിയില്ല. നമ്മളിവിടെ തന്നെ പലപ്പോഴും ചർച്ച ചെയ്തതാണ്. ഞാൻ ഇക്കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു മാസത്തോളമായി പറഞ്ഞിട്ടുണ്ട്, മഞ്ജുഷ് നേതൃത്വം നൽകിയ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, 3 അക്ക സംഖ്യയിൽ UDF എത്തുമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ തമാശയായിട്ടൊക്കെ പറഞ്ഞില്ല ഷാക്കിറിൻ്റെ ഓവർ കോൺഫിഡൻസ് ആണ്. ഇപ്പോൾ ബോധ്യമായി കാണും. ഇത് ഐക്യജനാധിപത്യ മുന്നണി ടീം ലീഡർ നമ്മുടെ സതീശൻ തുടക്കം മുതൽ പറയുന്നതാണ്. അത് ഞങ്ങളെല്ലാവരും കൃത്യമായി ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഈ കേരളക്കരയിൽ കിട്ടുന്ന അവസരങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം വെറുതെ അമിതമായ കോൺഫിഡൻസ് അല്ല, ഒരു മേഖലയും ഉപദ്രവിക്കാൻ ബാക്കി വച്ചിട്ടില്ല. അധികാരത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ ഹുങ്കിൽ ഇവർ ഭരിച്ചു കഴിഞ്ഞത് യഥാർത്ഥത്തിൽ കേരളത്തെ ഇനി എത്ര വർഷം എടുത്തിട്ടാണ് തിരിച്ചു പിടിക്കുക എന്നറിയില്ല. എന്നാൽ പോലും വലിയ രീതിയിൽ ഇത് തിരിച്ചു പിടിക്കണം, കേരളത്തെ രക്ഷിക്കണമെന്ന് എല്ലാ വിഭാഗം ജനങ്ങളും പറഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണ് പയ്യന്നൂരിലും അതുപോലെ തന്നെ തളിപ്പറമ്പിലും അതുപോലെ അമ്പലപ്പുഴയിലും ഉൾപ്പെടെ CPMകാർ പോലും ഇവർക്ക് കനത്ത തിരിച്ചടി നൽകിയിട്ടുള്ളത്.